അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വിഷയം ഈ ജാസി എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് ടോപ്പിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ട്രെൻഡിങ് ടോപ്പിക് എന്ന് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാല്, ഈ അടുത്ത് ഒരു ഇഷ്യൂ നടന്ന്. അതിനെ സംബന്ധിച്ച് ഞാനിങ്ങനെ വീഡിയോകൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ഒരു യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീക്ക് ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി കോള് വിളിച്ച് അതായത് തൻ്റെ ഔറത്തൊക്കെ കാണിച്ചു കൊടുത്തു എന്ന രീതിയിൽ, അതായത് ഓപ്പണായിട്ട് ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആ ജാസി എന്ന് പറയുന്ന അവനോ അവളോ അതിനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു എന്നാണ് ആ ഹെലൻ ഓഫ് സ്പാർട്ട പറയുന്നുള്ളത്. ആ ഹെലൻ ഓഫ് സ്പാർട്ടക്കാണ് വീഡിയോ കോൾ ചെയ്തിട്ടുള്ളത്. ശരിക്കും ആഹ്, ആ ഹെലൻ ഓഫ് സ്പാർട്ട ശരിക്കും വേണ്ട രീതിയിൽ മറുപടി കൊടുക്കുന്ന വീഡിയോ ഒക്കെ കണ്ട്. അതിനെ കുറിച്ചിട്ടല്ല എൻ്റെ ചർച്ച. ഇതായിട്ടും അതിങ്ങനെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഡിസ്കസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, സത്യത്തിൽ ഈ ജെൻഡർ ചേഞ്ച് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ട് ഇസ്ലാമികപരമായിട്ട് ചിട്ടകൾ എന്തൊക്കെയാണ്? സത്യത്തിൽ ഇത് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ പാടുള്ളതാണോ എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് മുഴുവനായിട്ടും ഇരുന്ന് കാണാൻ പറ്റണം. ഇത് ഞാനിവിടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഷുഹൈബ് ഹൈത്തമി ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇബ്രാഹിം സഖാഫി ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിരുന്നു മുമ്പൊക്കെ. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇതേറ്റവും ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ നമ്മുടെ ഷുഹൈബ് ഹൈത്തമി ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആദ്യം തന്നെ ഉണർത്തുകയാണ്, ഇത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ, അതായത് മുസ്ലിം സമുദായത്തിലും പല പേരുകൾ വെച്ച് നാമധാരികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടല്ല. ഇസ്ലാം മതം സ്വീകരിച്ച് മുഅ്മിനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ ഒരു വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഒരു ചോദ്യം കൂടി ഉണ്ടായിരിക്കുന്നതാണ് ക്വിസിൻ്റെ. എല്ലാ വീഡിയോസിൻ്റെ അകത്തും ഒരു ക്വിസ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് അവസാനം ഞാൻ കാണിച്ചു തരാം ആ ഒരു ക്വിസ്. ഓക്കെ. നമുക്ക് ഷുഹൈബ് ഹൈത്തമി ഉസ്താദിൻ്റെ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യാം. ഓക്കെ. ഇൻഷാ അല്ലാഹ് മുഴുവനായിട്ടും കണ്ടു നോക്കണം. ഒരു സ്ത്രീ പുരുഷനാവലും ഒരു പുരുഷൻ സ്ത്രീയാവലും ഹറാമാണ്. എത്രത്തോളം ഹറാം എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതൊരു പൈശാചികതയാണെന്നുള്ളതാണ്. ലോകത്ത് ശൈത്താന്മാര് മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഏർപ്പാടാണ് ട്രാൻസ്ജെൻഡറിങ്. എല്ലാ നബിമാർക്കും ഞാൻ ശത്രുക്കളെ നിശ്ചയിച്ചു. ഷയാത്തീനൽ ഇൻസി വൽ ജിന്ന്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള ശത്രുക്കളെ. യൂഹി ബഅദുഹും ഇലാ ബഅദ്, എന്നിട്ട് ഈ ശൈത്താന്മാരും മനുഷ്യന്മാരും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് ആശയവിനിമയം നടത്തിയിട്ട് അവര് ചില സിദ്ധാന്തങ്ങൾ സമൂഹത്തോട് പറയും. സുഖ്റുഫൽ ഖൗൽ, കേൾക്കുമ്പോൾ അതിമനോഹരമായ ക്യാച്ചിങ് സിദ്ധാന്തങ്ങൾ അവർ സമൂഹത്തിന്റെ മുമ്പിൽ പറയും. പക്ഷേ അത് ചതിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും മാത്രം 70 കൊല്ലത്തിന്റെ ഇപ്പുറം മാത്രം മനുഷ്യ സമൂഹം കേട്ട, അതിനു മുമ്പ് ലോകത്തെ ഒരു മനുഷ്യനും കേൾക്കാത്ത സിദ്ധാന്തമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആർഗ്യുമെന്റ്. എന്നിട്ട് ന്യൂട്രൽ ജെൻഡർ ഒരു പരിധിയാകുമ്പോൾ ഒന്നുകിൽ ആണിലേക്കും അല്ലെങ്കിൽ പെണ്ണിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന അതിഭീകരമായ കൃത്യം. ചെറിയ മാനസികമായ ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ട് ചിലപ്പോൾ ആൺകുട്ടികൾക്ക് ഫീമെയിൽ സിൻഡ്രങ്ങൾ ഉണ്ടാകും. പെൺകുട്ടികൾക്ക് ഹോർമോൺ വ്യതിയാനം കൊണ്ട് മെയിൽ സിൻഡ്രംസും ഉണ്ടാകും. അത് തെറാപ്പി കൊണ്ട് മാറ്റാം, കൗൺസിലിംഗ് കൊണ്ട് മാറ്റാം, ഗ്രൂമിംഗ് കൊണ്ട് മാറ്റാം. ഇനി മാറ്റാതെയും ജീവിക്കാം. അതേസമയം ഈ ചെറിയൊരു ഇഷ്യൂവിന് ഒരു എൻഡോക്രൈനോളജി ഡോക്ടറെയും വേണ്ട, അതിനപ്പുറം ഒരു സൈക്കാട്രിസ്റ്റിനെയും പോയി കണ്ടാൽ തീരാവുന്ന ഒരു വിഷയത്തെ 10-12 മേജർ സർജറികൾ നടത്തിയിട്ടാണ് ജെൻഡർ മാറ്റുന്നത്. അപ്പൊ അതൊരു ട്രെൻഡായി മനസ്സിലാക്കേണ്ടതാണ്. 10-12 സർജറികൾ ഇന്നത്തെ ഒരു കോസ്റ്റ് വെച്ചാൽ 40-50 ലക്ഷം രൂപ ചെലവ്. എന്നാൽ പൂർണ്ണമായി മാറുമോ? ഒരു പെണ്ണ് ആണായാൽ സമൺ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ശുക്രം ബീജം ഉണ്ടാവുന്നില്ല മീൻസ് ഉണ്ടാവൂല എന്നുള്ളതല്ല. നോർമലി ഇന്നത്തെ ശസ്ത്രക്രിയ നമ്മുടെ നാട്ടിൽ അവിടെ എത്തൂല എന്നൊന്നും പറയുന്നില്ല. ഓക്കെയാണ്, സയന്റിഫിക്കലി നടക്കുന്ന തന്നെയാണ്. ഇനി ഒരാൺ സ്ത്രീ ആയാൽ ഗർഭം ധരിക്കാനും നിലവിൽ പറ്റുന്നില്ല, മൂത്രയിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരൊക്കെ പിന്നീട് വന്നിട്ട് കുമ്പസരിക്കുന്നത്, വേദനിച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പൊ ആവേശത്തിന് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. ഒരു പെണ്ണിന്റെ സ്ഥലം ബ്രസ്റ്റ് കട്ട് ചെയ്യുന്നു,
ഏതെങ്കിലും ഒരാളുടെ ഉള്ളിൽ ഈ തോന്നൽ വേണ്ട. അതുകൊണ്ടാണ് ഈ സീരിയസ് ആയിട്ട് പറയുന്നത്. ബ്രസ്റ്റ് കട്ട് ചെയ്തിട്ട് ആണിന്റെ ഹോർമോൺ സ്വീകരിക്കുന്നു. അല്ലേ ഇതായിരുന്നു അപ്പൊ സ്വാഭാവികമായി രോമം കിളിർക്കും, ശബ്ദം പരിവർത്താവും, നെഞ്ച് വികസിക്കും. പക്ഷെ ഒരു കണ്ടീഷനിൽ ഈ പെണ്ണിന് തോന്നുകയാണ് എനിക്ക് പെണ്ണായിട്ട് തന്നെ തിരിച്ചു പോകണം. മുറിഞ്ഞു പോയ ബ്രസ്റ്റ് പിന്നെ പരലോകത്തുനിന്ന് കിട്ടിയാലായി, ഇഹലോകത്തുനിന്ന് കിട്ടില്ല. കോഴിക്കോട് ഒരു വിഷയം ഉണ്ടായി, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അച്ഛൻ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ന്യൂസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു പെണ്ണിന് ആണാകാൻ മോഹായതാണ്. ബ്രസ്റ്റ് കട്ട് ചെയ്തു, ആണിന്റെ ഹോർമോൺ സ്വീകരിച്ചു. പക്ഷെ ലൈംഗികാവയവം വജീന അതങ്ങനെ തന്നെയുണ്ട്, ഗർഭപാത്രം അവിടെ തന്നെയുണ്ട്. അതേ കോഴിക്കോട് തന്നെ വേറെ ആണിന് പെണ്ണാകാൻ ആഗ്രഹം. അപ്പൊ എന്ത് ചെയ്തു? പെണ്ണിന്റെ ഹോർമോൺ സ്വീകരിച്ചു, ആണിന്റെ അവയവമൊക്കെ അവിടെ വെക്കുകയും ചെയ്തു. ഇവർ പരസ്പരം ബന്ധപ്പെട്ടു. ഈ ആൾക്ക് ആണാകാൻ ആഗ്രഹിച്ച പെണ്ണിന് ഗർഭമായി, മക്കളായി, പ്രസവിച്ചു. അപ്പൊ ചാനലുകാരൻ ചോദിച്ചു ഇപ്പൊ എങ്ങനെ ഉണ്ട്? അപ്പോ ആ പെണ്ണ് പറഞ്ഞു എനിക്കൊരു സങ്കടമേ ഉള്ളൂ. എന്താ സങ്കടം എന്നറിയോ? ഇനി ഞാൻ ഈ കുട്ടിക്ക് കുപ്പിപ്പാല് കൊടുക്കേണ്ടി വരുമല്ലോ, എന്റെ ബ്രസ്റ്റ് പോയല്ലോ. അപ്പൊ ഒരു ആവേശത്തിന് അത് ചെയ്തിട്ട് തിരികെ വരുന്ന സാധനമല്ലത്. അപ്പൊ അത്രയും അപകടകരമായിട്ടുള്ള സംഗതിയാണ്. മുസ്ലിമായ സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡർ ആയി കഴിഞ്ഞാൽ ഇസ്ലാമിലെ വിധി എന്ത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് ഇത് ഒരു ട്രാൻസ്ജെൻഡർ ആയാൽ എന്ന് പറയുമ്പോൾ അവിടെ പല വിഷയമുണ്ട്. പൂർണ്ണമായി ആ വ്യക്തിയുടെ സ്വത്വം തന്നെ മാറിയാൽ, ഒരു മെയിൽ ഫീമെയിലായി ട്രാൻസ് വുമണായി, അല്ലെ ഒരു ഫീമെയിൽ മെയിലായി ട്രാൻസ് മാനായി, അത് പൂർണ്ണമായി മാറിയാൽ ഇസ്ലാമിലെ വിധി എന്താണ്? വൽ മുഅ്തബറു ഫിൽ മംസൂഹി ഇൻ ബുദ്ദിലത്ത് ദാതുഹു അൽ മംസൂഹു ഇലൈഹി. അതാണ് ഫിഖഹിന്റെ ഇബാറത്ത് തന്നെ. ട്രാൻസ് ജെൻഡർ പൂർണ്ണമായി സ്വത്തം മാറിയാൽ, ഇൻ ബുദ്ദിലത്ത് ദാതുഹു, ആണ് പെണ്ണായി, പെണ്ണ് ആണായി. അവിടെ അതിന് ഉദാഹരിച്ചത് കദമിൻ സാറ ലബന. തുഹഫയിൽ ഇബാറത്ത് അങ്ങനെയാണ്. കദമിൻ സാറ ലബന, ഒരു പാല്, ഒരു രക്തം പാലാകുന്നത് പോലെ. രക്തം എന്ന് പറയാണ്, പാലെന്ന് പറയാണ്. ഇങ്ങനെ രണ്ട് ഐഡന്റിറ്റി ആകുന്ന അത്രയും വ്യത്യാസപ്പെട്ടാൽ അവിടെ പരിഗണനയിൽ മംസൂഹ് ഇലൈഹി. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. അവിടെ ട്രാൻസ്ഫേർഡ് ജെൻഡർ ആണ് പരിഗണന. അപ്പൊ ആണ് പെണ്ണായി മാറിയാൽ പെണ്ണായി കൂട്ടണം, പെണ്ണ് ആണായി മാറിയാൽ ആണായി കൂട്ടണം. ഇത് മാത്രം പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. അതൊരു സ്വാഭാവികമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന പ്രോസസ്സാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പറയുമ്പോൾ കുറച്ച് പറയേണ്ടി വരും. പക്ഷെ ഇത് മുഴുത്ത ഹറാമാണ്. അവയവദാനം ഇസ്ലാമിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന, റീജനറേറ്റ് ചെയ്യപ്പെടുന്ന അവയവങ്ങൾ ദാനം ചെയ്യാവുന്നതാണ്. കരള് മുറിച്ച് സ്വല്പം ഭാഗം പാർട്ട് കൊടുത്താലും റീജനറേഷൻ രണ്ടാമത് വരും. ബ്ലഡ്, രക്തത്തെ ഇസ്ലാം ഒരു അവയവമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അവയവത്തെ രക്തമായിട്ടും കാണാം, തിരിച്ചു മറിച്ചും കാണാം. ബ്ലഡ് നമ്മൾ ദാനം ചെയ്താലും രണ്ടാമത് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് കൊടുക്കാം. അതേസമയം രണ്ടാമത് കൊടുത്താൽ പുതുതായി ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവയവങ്ങൾ അതിന്റെ ഉടമസ്ഥതാവകാശം അള്ളാഹുവിനായത് കൊണ്ട് കൊടുക്കാൻ പാടില്ല. തെറ്റ് സംഭവിച്ചു പോകും. ഞാൻ ചോദ്യം വായിക്കാത്തത് ചോദ്യകർത്താവിന് മനസ്സിലായാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ്. തെറ്റും ശരിയും ഏതാണെന്ന് ബോധ്യമായിട്ടും തെറ്റെന്തുകൊണ്ട് സംഭവിക്കുന്നു? തെറ്റ് സംഭവിക്കുന്നുള്ളത് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. നിങ്ങൾ ഭൂമിയിൽ ആരും തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ഒരു ജനതയെ അള്ളാഹു കൊണ്ടുവരികയും എന്നിട്ട് അവർ പശ്ചാത്താപം നടത്തുമ്പോൾ അള്ളാഹു അത് കണ്ട് ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഒരു ഹദീസ് ഉണ്ട്. അതൊരു കാൽപ്പനികമായ ഹദീസാണ്. അപ്പം മനുഷ്യൻ സ്വാഭാവികമായി മലക്കല്ല. മലക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ നാച്ചുറൽ തന്നെ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അമ്പിയാക്കളുടെ നാച്ചർ പാപസുരക്ഷിതരായിരിക്കുക, മഅ്സൂം എന്ന് പറയും. മലക്ക് മഹ്ഫൂൽ എന്ന് പറയും. മലക്ക് മത്ബൂആണ്, മത്ബൂഉൻ ബിൽ ഖൈർ, അവർ നന്മയെ ചെയ്യും. അമ്പിയാക്കന്മാർ മഅ്സൂം, തെറ്റ് ചെയ്യില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ മഹ്ഫൂദിങ്ങളാണ്. തെറ്റ് ചെയ്യാൻ വിചാരിച്ചാലും അതിനുള്ള അവസരം നിഷേധിക്കപ്പെടും. സാധാരണക്കാരായ ആളുകൾ തീർച്ചയായും തെറ്റ് ചെയ്യും. ചെയ്യുന്നല്ല, ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികത. അങ്ങനെയാകുമ്പോൾ തെറ്റ് ചെയ്യുന്നു, തൗബ ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നു, തൗബ ചെയ്യുന്നു. ഈ ഒരു നാച്ചുറൽ ആയിരിക്കും. ബ്ലോക്ക് അൺബ്ലോക്ക് എന്ന് പറഞ്ഞല്ലോ. ഇനി ഞാനൊന്നും ചെയ്യില്ല എന്ന് കരുതും, 2 ആഴ്ച പിടിച്ചു നിൽക്കും, 40 ദിവസം പിടിച്ചു നിൽക്കും, ഒരു 6 മാസം പിടിച്ചു നിൽക്കും, പിന്നെയും തെറ്റ് സംഭവിച്ചു പോകും. അപ്പൊ അടുത്ത തൗബ. ഇങ്ങനെ നിരന്തരം തൗബ ചെയ്യുമ്പോൾ അതാണ് അതിന്റെ ഇസ്ലാമികമായ കാഴ്ചപ്പാട്. ഒടുവിൽ പിശാച് തോറ്റുപോകുന്നതാണ്. പിശാചാണ് തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. പിശാചിൻ്റെതായ ഒരു ബുദ്ധി ഉണ്ടല്ലോ, ഇയാളെ കൊണ്ട് തെറ്റ്
ഓക്കെ. ഏതായിട്ടും ഇതിന്റെ മുഴുവനായിട്ടുള്ള വീഡിയോസ് യൂട്യൂബിലൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ പറയുന്ന ട്രാൻസ്ജെൻഡറും അതേപോലെ ഇത്തരത്തിലുള്ള ആൾക്കാർ അവരുടെ മാതാപിതാക്കളെ അടക്കം വെറുപ്പിച്ചിട്ടാണ് ഇവര് പുറത്ത് വരുന്നുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചാ മതി. ഈ ജാസി എന്ന് പറയുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ അടുത്തൊരു ഇന്റർവ്യൂവിന്റെ അകത്ത് പറയുന്നതായിട്ട് കേട്ടു. അതായത് അള്ളാഹു ഒരിക്കലും ശപിച്ചിട്ടില്ല. ഞാൻ കിതാബൊക്കെ ഞാൻ ഓതിയ ആളാണ് എന്നൊക്കെ പറയുന്നതായിട്ട് കേട്ടു. എന്തൊക്കെ പൊട്ടത്തരമാണ് വിളിച്ച് പറയുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കൂടുതലായിട്ടൊന്നും ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല. ഏകദേശം ഇപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ ആവട്ടെ മറ്റുള്ളവരാരെയും വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അത് നന്നാവുകയില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇസ്ലാമിൽ കടുത്ത ഹറാമും കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ടൊന്നും പറയാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിലൂടെ തീർച്ചയായിട്ടും അറിയിക്കുക. എൻ്റെ ഇന്നത്തെ ചോദ്യം എന്താന്ന് വെച്ചാല്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് എത്രയായിരുന്നു? നുബുവത്ത് കിട്ടിയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് എത്രയായിരുന്നു? 2 ചോദ്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയത് എത്രാമത്തെ വയസ്സിലാണ്? അതേപോലെ വഫാത്തായത് എത്രാമത്തെ വയസ്സിലായിരുന്നു? ഇതാണ് എൻ്റെ ചോദ്യം. ഇൻഷാ അല്ലാഹ് മറുപടി കമന്റ്സിലൂടെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.